ഹായ് നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ കോമ്പറ്റിറ്റേഴ്സ് ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഏതൊക്കെ തരത്തിലുള്ള ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിൻസ് ആണ് റൺ ചെയ്യുന്നത്, അതായത് ടെക്സ്റ്റ് ആഡ് ആണോ വീഡിയോ ആഡ്സ് ആണോ, ഏത് തരത്തിലുള്ള ക്യാമ്പയിൻസ് ആണ് റൺ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതൊരു കോമ്പറ്റിറ്റേഴ്സ് അനാലിസിസ് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണത്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം, നിങ്ങളൊരു ആഡ് റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോമ്പറ്റിറ്റേഴ്സ് ഏത് രീതിയിലാണ് ആഡ് റൺ ചെയ്യുന്നത്, അപ്പോൾ അതിനെ വെല്ലുന്ന രീതിയിൽ വേണം നിങ്ങളൊരു ആഡ് റൺ ചെയ്യുമ്പോൾ അതിനെ പ്ലാൻ ചെയ്യാൻ. ഒരുപാട് ഉപകാരപ്രദമാകും. അവരുടെ ക്രിയേറ്റീവ്സ് ഏത് രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തിട്ടുള്ളത്, അവരുടെ ടെക്സ്റ്റ് ആഡ് ഏത് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാനും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനും ഈ ഒരു കോമ്പറ്റിറ്റേഴ്സ് അനാലിസിസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഉപകാരപ്രദമാകും. അതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇത് നോക്കുന്നത്. ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ക്രോമിൽ വന്നിട്ട് നിങ്ങളിവിടെ ആഡ് ട്രാൻസ്പെറൻസി .google.com എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ പോവാം. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ, ഇപ്പോൾ ഗൂഗിളിൽ വന്നിട്ട് നിങ്ങളുടെ കീവേഡ്സ് ഏതാണോ, ഇപ്പം നിങ്ങളൊരു ഓൾറെഡി ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണോ എന്നുണ്ട്, നിങ്ങൾ ഏത് കീവേഡാണ് ഗൂഗിൾ ആഡ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കീവേഡ്സ് ജസ്റ്റ് ഗൂഗിളിൽ വന്ന് സെർച്ച് ചെയ്യുക. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് റിസൾട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ റിസൾട്ടിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവർ ഗൂഗിളിൽ സെർച്ച് ആഡ്സ് മാത്രമാണോ ചെയ്യുന്നത്, അതല്ല യൂട്യൂബ് ആഡ്സ്, അതായത് വീഡിയോ ആഡ്സോ ഇമേജ് ആഡ്സോ തുടങ്ങിയുള്ള മറ്റുള്ള ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ ഹോസ്റ്റ് ഗേറ്റർ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റ് ഗേറ്റർ ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ ഹോസ്റ്റ് റേഞ്ചറും വന്നു, അതുപോലെ തന്നെ ഹോസ്റ്റ് ഗേറ്ററും വന്നു. ഫസ്റ്റിൽ വന്നിട്ടുള്ളത് ഹോസ്റ്റ് റേഞ്ചറാണ്. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവരിപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ക്യാമ്പയിൻസുകളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ 3 ഡോട്ട് എന്നുള്ള ഓപ്ഷൻ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അബൌട്ട് ദിസ് അഡ്വർടൈസർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ കാണാൻ പറ്റും അവരുടെ അഡ്വർടൈസറിൻ്റെ പേര് എന്താണെന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും സീ മോർ ആഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നേരെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരിക, ഗൂഗിൾ ആഡ്സ് ട്രാൻസ്പെറൻസി സെൻറ്റർ എന്നുള്ളത്. അപ്പോൾ ഇതിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവർ ഏതൊക്കെ ആഡുകളാണ് ഇപ്പോൾ നിലവിൽ റൺ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു അനാലിസിസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കോമ്പറ്റീറ്റർ ഏതൊക്കെ ആഡ്സുകളാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയയിൽ പുതിയ ക്യാമ്പയിനുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. കൂടാതെ ഇതിൽ കുറച്ചും കൂടെ ഓപ്ഷൻസ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് 7 days ആയിട്ട് അവർ ഏതൊക്കെ ആഡുകളാണ് റൺ ചെയ്യുന്നത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. കൂടാതെ നിങ്ങൾക്ക് അവർ ഇമേജ് ആഡ്സ് ഏതൊക്കെയാണ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ ഇമേജ് ആഡ്സ് ഇവർ ഇത്രയും ഇമേജ് ആഡ്സ് ഇവിടെ ചെയ്യുന്നുണ്ട്. അതല്ല വീഡിയോ ആഡ്സ് ആണ് നോക്കണമെങ്കിൽ വീഡിയോ ആഡ്സ് നോക്കാം. ഇവർ ചെയ്യുന്ന വീഡിയോ ആഡ്സുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ലൊക്കേഷൻ ബേസ് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇന്ത്യയാണ് ഇപ്പോൾ സെലക്ട് ആയി കിടക്കുന്നത്, അത് മാറ്റിയിട്ട് അൾജീരിയ കൊടുക്കുകയാണ്. അപ്പോൾ അൾജീരിയ കൊടുക്കുമ്പോൾ ഇവർ അൾജീരിയയിലും ഇവർ ആഡ് റൺ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അവിടേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ അറബിക് ഫോണ്ടായി വന്ന്. അപ്പോൾ അവർ ഏതൊക്കെ രാജ്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാനതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ എടുത്തിട്ട് ചെയ്തെന്ന് മാത്രം, കാരണം ഈ ലൊക്കേഷനൊക്കെ മാറ്റുമ്പം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കോമ്പറ്റീറ്റർ ചിലപ്പം ഓൾ കേരള ആയിരിക്കും അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ അതിൻ്റെ റിസൾട്ട് കാണിക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്റർ വെബ്സൈറ്റിൻ്റെ പേര് വെച്ചിട്ടും സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ട്രാൻസ്പെറൻസി .google.com എന്ന് പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ വരിക. ഈ വെബ്സൈറ്റിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഫ്ലിപ്കാർട്ടിന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ flipkart.com കൊടുത്തു. flipkart.com കൊടുത്തും ഇവിടെ കാണാൻ പറ്റും അവർ റൺ ചെയ്യുന്ന ആഡുകളുടെ ഡീറ്റെയിൽ ഇവിടെ വന്നു. വീഡിയോ ആയിട്ടാണെങ്കിൽ വീഡിയോ ആയിട്ട് ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.